നമ്മുടെ കേരളം നന്നാവാത്തതിന് പ്രധാനമായി രണ്ട് കാരണങ്ങളാണ്. ഒന്ന് മൂഞ്ചിയ നാട്ടുകാരും, രണ്ടാമത് മൂഞ്ചി പീയുന്ന ഭരണാധികാരികളും. ഒരു വശത്ത് ഞങ്ങൾ നന്നായില്ലെങ്കിലും ബാക്കിയുള്ളവരെ നന്നാവരുത് എന്ന ദൃഢനിശ്ചയത്തോടെ ജീവിക്കുന്ന നാട്ടുകാർ. രണ്ടാം വശത്ത് അല്ലെങ്കിൽ മറുവശത്ത് നമ്മൾ തിരഞ്ഞെടുത്ത നമ്മളുടെ ആവശ്യങ്ങളും നമ്മളുടെ അവകാശങ്ങളും നടത്തിത്തരാൻ വേണ്ടി നമ്മൾ തിരഞ്ഞെടുത്ത നമ്മുടെ സ്വന്തം ഭരണാധികാരികൾ. ഇവർ ഓന്തിൻ്റെ സ്വഭാവമാണ്. ഇവരാണെങ്കിലോ മുന്നിൽ നിന്ന് ചിരിച്ച് പിന്നിക്കൂടെ കുത്തുന്ന വിഭാഗവും. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലാണ് നമ്മൾ. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം നമ്മളുടെ കേരളത്തിനെ കുറിച്ച്. ഒരാൾ പഠിച്ച് കഷ്ടപ്പെട്ട് എസ് എ ആയി. അവൻ അനീതിക്കെതിരെ പോരാടാൻ വേണ്ടിയിട്ടാണ് അവൻ എസ് എ ആയത്. എന്നാൽ മറ്റവൻ വേറൊരുത്തൻ അവൻ 8ാം ക്ലാസ് കഴിഞ്ഞ് അവൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി. ഓക്കെ, അതിന് ശേഷം അവൻ MLA ആയി. ഇപ്പോൾ അവൻ ഫുള്ള് അഴിമതി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ എസ് എ ആയവൻ, ഈ അനീതിക്കെതിരെ പോരാടാൻ വേണ്ടി എസ് എ ആവൻ അവനെ കണ്ട സല്യൂട്ട് അടിക്കേണ്ടി വരും. അപ്പം നമ്മളുടെ പഠിത്തത്തിനും നമ്മളുടെ എഡ്യൂക്കേഷനും നമ്മുടെ വാല്യൂസിനും അത്രേ വില ഈ രാജ്യത്തുള്ളൂ, അല്ലെങ്കിൽ ഈ നാട്ടിലുള്ളൂ. ഇതൊക്കെ എന്നാണോ മാറുന്നത്? നമ്മുടെ നാട്ടുകാർ അവരുടെ സ്വന്തം ലൈഫ് നന്നാക്കാൻ വേണ്ടി എപ്പോൾ ജീവിക്കാൻ തുടങ്ങുന്നോ, നമ്മളുടെ ഭരണാധികാരികൾ നമ്മളുടെ നാട് നന്നാക്കാൻ വേണ്ടി എപ്പോൾ റെഡിയാവുന്നോ, അന്ന് നമ്മൾ കേരളം നന്നായി തുടങ്ങും. നമുക്ക് കാത്തിരിക്കാം.